ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ചിന്തിക്കുവാനായി സങ്കീർത്തനങ്ങൾ 42-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 42 1-2 വാക്യങ്ങൾ. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളത്. മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരണത്തെക്കുറിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നു എങ്കിലും ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ അതിപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. മരണം എന്താണെന്നും മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്നും പലപ്പോഴും അറിയാത്തതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്ന അനുഭവവുമുണ്ട്. കോരഹപുത്രന്മാർ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായി പറഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയിൽ ചെല്ലുക എന്നുള്ള ആഗ്രഹമാണ്. ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന ആത്മാവിൻ്റെ ഏറ്റവും ശക്തമായ ആഗ്രഹവും വാഞ്ചയുമാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലണം എന്നുള്ളത്. ആയതിനാൽ ആ വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്താണ്? മരണത്തിന് അപ്പുറം എന്താണ്? പലപ്പോഴും ആധുനിക സമൂഹം പല തെറ്റായ ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്ന ഒരു വിഷയമാണ് ഇത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സഭ എന്താണ് മരണത്തെക്കുറിച്ച് പറയുന്നത്? വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനിച്ച മനുഷ്യന് മരണം നിശ്ചയിക്കപ്പെട്ട ഒന്നാണ് എന്നാണ്. അത് നിയമിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ്. ജനിച്ചവൻ മരിക്കണമെന്നുള്ളത് പ്രകൃതിയുടെ നിയമവുമാണ്. പക്ഷെങ്കിൽ മരണത്തെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത് വളരെ ശക്തമായ പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന ചിന്തകളാണ്. അത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന മരണത്തെക്കുറിച്ചും അതല്ലാത്ത മരണത്തെക്കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ആക്കുമ്പോൾ ആ മനുഷ്യരോട് ദൈവം പറയുന്നത്, ഈ തോട്ടവും അതിലെ സകലവും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. പക്ഷേ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു.
സംഭവം നമുക്ക് അറിവുള്ളതാണ്. സാത്താന്റെ പ്രേരണയാൽ ഹവ്വായും ആദമും ഫലം പറിച്ച് തിന്നു. പക്ഷെങ്കിൽ അവർ മരിച്ചു എന്ന് നമുക്ക് പറയാമെങ്കിലും ശാരീരികമായ മരണം അവർക്കവിടെ ഉണ്ടായില്ല. നാം വചനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ആദം അവന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു എന്നാണ്. ആദം പിന്നെയും 930 സംവത്സരം ജീവിച്ചു. അപ്പോൾ എന്തു മരണമാണ് അവിടെ ഉണ്ടായത്? ഇവിടെ മരണം എന്നത് സൂചിപ്പിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയല്ല. അത് സംഭവിച്ചത് 930 സംവത്സരം പൂർത്തീകരിച്ചപ്പോഴാണ്. മറിച്ച് ഏദൻ പറുദീസയിൽ ആദമിന് സംഭവിച്ച മരണം അത് ദൈവ കൃപയുടെ നഷ്ടപ്പെടലാണ്. കൃപയുടെ നഷ്ടപ്പെട്ട അവസ്ഥയെ മരണമെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ദൈവകൃപയുടെ നഷ്ടപ്പെട്ട അവസ്ഥ. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ സകല ശ്രേഷ്ഠതയും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച് ദൈവകൃപ കൊണ്ട് നിറച്ചാണ് അവനെ സൃഷ്ടിച്ചത്. പക്ഷെങ്കിൽ അവൻ പാപം ചെയ്തതുകൊണ്ട്, ആദ്യ മനുഷ്യന്റെ പാപം കൊണ്ട് അവൻ ഈ ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ദൈവമാക്കിയ നിയോഗത്തിൽ നിന്ന് അവൻ വീണുപോകുകയാണ്. അതാണ് അവന്റെ മരണമെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മരണം എന്ന ആശയം ദൈവകൃപയിൽ നിന്നുള്ള പതനമായി, ദൈവകൃപയിൽ നിന്നുള്ള അകൽച്ചയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ധൂർത്തപുത്രന്റെ ഉപമയിൽ പിതാവ് ആ പുത്രനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ആ പിതാവ് പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇവൻ മരിച്ചവനായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ജീവനോടുകൂടി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മകനെ നോക്കിക്കൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത് ഇവൻ മരിച്ചവനായിരുന്നു എന്ന്. അവിടെ ശാരീരികമായി അവൻ മരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ പിതാവ് പറയുന്നു അവൻ മരിച്ചവനാണ് എന്ന്. ഇവിടെ മരണമെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് അറിവുള്ള ഉപമയാണല്ലോ. പിതാവിൻ്റെ 2 മക്കളിൽ ഇളയ മകൻ പിതാവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സ്വത്തുക്കൾ വാങ്ങിച്ച് പരദേശത്തേക്ക് പോയി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ ജീവിതത്തെ അവൻ നയിക്കുകയാണ്. അവസാനം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി, ആരും സഹായത്തിനില്ലാത്തവനായി, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത, നിവൃത്തിയില്ലാത്ത മനുഷ്യനായി തീർന്നപ്പോൾ അവൻ പിതാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എവിടെ നിന്നാണോ താൻ പോയത് ആ ഭവനത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. അവന്റെ ആ മടക്കയാത്രയിൽ അവൻ പിതാവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ആ പിതാവ് പറയുന്ന വാക്കാണ് ഇവൻ മരിച്ചവനായിരുന്നു എന്ന്. അപ്പോൾ മരണമെന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് പിതാവിൻ്റെ ബന്ധത്തിൽ നിന്നുള്ള
ഓടിപ്പോക്കായി നാം കാണേണ്ടതായിട്ടുണ്ട്. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അന്യമായി പോകുന്ന അവസ്ഥയെ മരണമെന്ന് സൂചിപ്പിക്കാവുന്നതാണ്. നമുക്കും ഇത്തരത്തിലുള്ള മരണങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മുടെ പിതാവായ സ്വർഗത്തിലെ അപ്പന്റെ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് മരണം സംഭവിക്കുന്നു. നാം മരിച്ചവരാകുന്നു. വീണ്ടും പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റൊരു മരണത്തെക്കുറിച്ച്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. കൊലോസ്യ ലേഖനത്തിലും 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും ഇതേ ആശയം തന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെന്നാണ് പറയുന്നത്. ആരെല്ലാം പാപങ്ങളിൽ ജീവിക്കുന്നുവോ അവരെല്ലാവരും മരിച്ചവരാണ്. അപ്പോൾ മരണമെന്ന ആശയം വേദപുസ്തകം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായ ചില സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അത് ദൈവകൃപയുടെ നഷ്ടപ്പെടലാകാം, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള അന്യവൽക്കരണമാകാം, അതുമല്ലെങ്കിൽ പാപങ്ങളിലുള്ള ജീവിതമാകാം. ഈ ഒരു മരണത്തെക്കുറിച്ചല്ല, ഈ ഒരു അവസ്ഥയെക്കുറിച്ചല്ല കോരഹപുത്രന്മാർ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആത്മാവ് പോകണമെന്നല്ല കോരഹപുത്രന്മാരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് ചേരണം എന്നുള്ളതാണ്. അപ്പോൾ മരണത്തിന് ഈ പറഞ്ഞ 3 ആശയങ്ങൾക്ക് അപ്പുറമായ ഒരു ആശയമുണ്ട്. അതാണ് ദൈവ സന്നിധിയിലേക്ക് ചേരുന്ന അനുഭവം. അതാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതായ അനുഭവം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ചേരുന്ന ശ്രേഷ്ഠമായ അനുഭവം. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഈ ആശയം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകും. പൊടിയായ ഈ ശരീരം ഭൂമിയിലേക്ക് മാറിപ്പോകുന്നതും ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ആ ശരീരത്തിൽ വസിച്ചതായ ആത്മാവ് അയക്കപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിച്ച് ചേരുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥമായ മരണമെന്ന ആശയം. മരണത്തിലൂടെ സംഭവിക്കുന്നത് അതാണ്. ഒരുവൻ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ശരീരം ഭൂമിയിലേക്കും ആത്മാവ് സ്വർഗത്തിലേക്കും പോകുന്ന അനുഭവത്തെയാണ്. ഇത് ശക്തമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ബന്ധത്തിലാണ് കോരഹപുത്രന്മാർ പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ
കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ കാംക്ഷിക്കുന്നു. എപ്പോഴാണ് അത് നടക്കുന്നത്? അത് ആത്മാവിന്റെ വാഞ്ചയാണ്. അയക്കപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിച്ചു ചേരണമെന്നുള്ളത് ആത്മാവിന്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് മരണത്തിലൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവിന്റെ ഈ വാഞ്ചയുടെ പൂർത്തീകരണത്തിന് മരണം ഒരു മുഖാന്തരമാകുന്നു എന്ന് മാത്രം. അതുകൊണ്ടാ വിശ്വാസികളെ സംബന്ധിച്ച് മരണം ദുഃഖമല്ലാത്തത്. വിശ്വാസിയെ സംബന്ധിച്ച് മരണം പ്രത്യാശ നൽകുന്നതിന്റെ കാരണം അത് ദൈവസന്നിധിയിലേക്ക് അവനെ ചേർക്കുന്ന പ്രക്രിയയാണ്. ഈ ഒരു മരണത്തെക്കുറിച്ചാണ് ഇനിയുമുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ആത്മാവിന്റെ അനുഭവം, ആ മരണമാണ് നമ്മുടെ പഠന വിഷയം. ഇവിടെ വചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ആത്മാവിന്റെ ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ളതാണ്. അത് ജനിച്ച എല്ലാ മനുഷ്യർക്കും സുനിശ്ചിതവുമായ കാര്യവുമാണ്. പഴയ നിയമത്തിൽ ആദ്യ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂർവപിതാക്കളായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ ജീവിത അവസാനത്തെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു. ഇവിടെ മരണത്തെ പിതാക്കന്മാർ വളരെ ശക്തമായി അവതരിപ്പിക്കുകയാണ്. എന്താണ് മരണം? അത് പ്രാണനെ വിടുന്നതാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ്. എന്നിട്ട് ഒപ്പം കൂട്ടിച്ചേർക്കുകയാണ്, തൻ്റെ ജനത്തോട് ചേർന്നു. തൻ്റെ ജനത്തോട് ചേർന്നു. ഇതേ ആശയം തന്നെയാണ് ഇസ്മായേലിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നത്. 25-ാം അധ്യായം 17-ാമത്തെ വാക്യം അവിടെയും കാണുന്നു, അവൻ പ്രാണനെ വിട്ടു മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു. 49-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാണനെ വിട്ടു മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ ആദ്യ സമയത്ത് തന്നെ പിതാക്കന്മാർക്ക് മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അവരവരുടെ ബോധ്യത്തിൽ നിന്ന് പറഞ്ഞു, മരണം പ്രാണനെ വിടുന്നതും തന്റെ ജനത്തോട് ചേരുന്നതുമാണ്. ഇത് തന്നെ പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ മരണം സംഭവിക്കുമ്പോഴും നാം നമ്മുടെ പ്രാണനെ വിട്ട് ജനത്തോട് ചേരുകയാണ്. ഈ ജനം ആരാണ് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 11-ാം അധ്യായം ആരംഭം മുതൽ വായിച്ചു വരുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുന്നത്. സാക്ഷികളുടെ
വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആ സാക്ഷികളുടെ സമൂഹം അത് ആരംഭിക്കുന്നത് ആദമിലാണ്. ആദം മുതൽ ആരംഭിച്ച് സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ സൂചിപ്പിക്കുമ്പോൾ, നാമും മരണം വഴിയായി പ്രാണനെ വിട്ട് ചേരുന്നത് ഈ സാക്ഷികളുടെ വലിയ സമൂഹത്തിലാണ്. പൂർവപിതാക്കളായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും യൗസേപ്പും തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാവരും ചേർക്കപ്പെട്ടതായ ആ വലിയ സമൂഹത്തിലേക്കാണ് നമ്മൾ ചേർക്കപ്പെടുന്നത്. പരിശുദ്ധ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയും, സഭ എന്നത് ദൃശ്യമായ ഈ സമൂഹം മാത്രമല്ല. ഈ ദൃശ്യമായ സമൂഹം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമൂഹമാണ്. അതിനേക്കാൾ 10 മടങ്ങ് വലിയൊരു സമൂഹം സഭയുടെ ഭാഗമാണ്. അത് അദൃശ്യ സമൂഹമാണ്. നമ്മുടെ ദൃശ്യ നേത്രങ്ങൾ കൊണ്ട് അവരെ നമ്മൾ കാണുന്നില്ല എങ്കിലും നമ്മുടെ വിശ്വാസ കണ്ണാൽ അവരെ നാം കാണുന്നുണ്ട്. അവരോടൊപ്പം നാം ചേരുന്നുണ്ട്. അവർ നമ്മോടുമൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ മരണം വഴി സംഭവിക്കുന്നത് ഒരു വലിയ സമൂഹത്തിലേക്ക് പ്രാണനെ വിട്ട് നാം ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജനത്തോട് നാം ചേർക്കപ്പെടുന്നു. പൂർവപിതാക്കളോട് നാം ചേർക്കപ്പെടുന്നു എന്നുള്ള ആശയമാണ്. അപ്പോൾ മരണം പ്രാണനെ വിടുന്ന അനുഭവമാണ്. പ്രാണനെ ദൈവസന്നിധിയിലേക്ക്, ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ്. അതിനേക്കാൾ അല്പം കൂടി മനോഹരമായ ഒരു ആശയം പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദം നിദ്ര കൊള്ളുന്നവർ എന്നാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് നിദ്ര കൊള്ളുക എന്ന്. ഉറക്കമാണ് മരണം. മരണം ഒരു ഉറക്കത്തിന്റെ അനുഭവമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ 27-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: നിദ്ര കൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തു എന്ന്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണ സമയത്ത് നടന്ന സംഭവങ്ങളിൽ ഒന്നായിരുന്നു നിദ്ര കൊണ്ടവരുടെ ഉയർപ്പ് എന്ന്. അവിടെയും മരിച്ചവരെന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നിദ്ര കൊണ്ടവർ എന്നാണ്, ഉറങ്ങുന്നവർ എന്നാണ് അർത്ഥം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ ക്രമത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലൂടെയും ഒന്ന് കടന്നു പോകുമ്പോൾ ഈ ഒരു ആശയമാണ് അതിശക്തമായിട്ട് നിഴലിച്ച് നിൽക്കുന്നത്. ഉറക്കം എന്ന ആശയം. മരണം ഒരു ഉറക്കമാണ്. അത് സാധാരണ ഉറക്കം എന്ന ആശയം തന്നെയാണ് അതിൽ കാണുന്നത്. ഉറക്കത്തിന്റെ അനുഭവം. ഇപ്പോൾ മരണം പ്രാണനെ വിടുന്ന അനുഭവമാണ്. മരണം ഒരു ഉറക്കം മാത്രമാണ്, ഒരു നിദ്ര മാത്രമാണ്. മൂന്നാമത് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ വാക്കുകൾ തന്നെ എടുക്കുമ്പോൾ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം
21 വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഇവിടെ മരണത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹായുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് ശക്തമായി മനസ്സിലാക്കണം. മരണത്തെ ലാഭമായി കാണുകയാണ്. മരണത്തെ ഭീതിയില്ല. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് ലാഭമാണ്. ഇന്നിപ്പോ എല്ലാം ലാഭത്തിന്റെ കണക്കിലാണല്ലോ നമ്മൾ അളക്കുന്നത്. ലാഭമായതിനു വേണ്ടി മാത്രമാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ബിസിനസ് തുടങ്ങുന്നതും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും നല്ല ജോലി സമ്പാദിക്കുന്നതും എല്ലാം ലാഭത്തിന്റെ കണക്കിലാണ്, ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ആരും നഷ്ടത്തിന് താല്പര്യമില്ലാത്തവർ. ഇവിടെ പരിശുദ്ധൻ പറയുകയാണ്, ഇത് മരണമെന്നത് അത് ലാഭമാണ്. ഒരു വിശ്വാസിക്ക് മരണം ലാഭമാണ്. കാരണം ഈ ലോകത്ത് നിന്ന് അവന്റെ ആത്മാവ് അത് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് മരണമെന്ന ചില ആശയം ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, മരണത്തെ വേദപുസ്തകം 2 ആശയങ്ങളിൽ പങ്കുവയ്ക്കുന്നു. ഒന്ന്, മരണം എന്നത് ദൈവ കൃപയിൽ നിന്ന് വീണുപോകുന്ന അവസ്ഥയാണ്. ദൈവ കൃപയിൽ നിന്ന് നഷ്ടപ്പെടുന്ന അനുഭവമാണ്. 2, പിതാവിന്റെ ബന്ധത്തിൽ നിന്ന് അന്യമായി പോകുന്ന അനുഭവമാണ്, ഓടിപ്പോകുന്ന അനുഭവമാണ്. ആ ഒരു അനുഭവം മരണത്തിന് ഉണ്ട്. 3, പാപങ്ങളിൽ ജീവിക്കുന്ന അനുഭവവും മരണമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലുമാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ മരണാനുഭവത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ മരണത്തെക്കുറിച്ച് നൽകുന്ന ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം അതൊരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചാണ്. അവിടെ മരണമെന്ന് പറയുന്നത് പ്രാണനെ, ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന അനുഭവമാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതും ശരീരം പൊടിയിലേക്കും ആത്മാവ് അയച്ചവനായ ദൈവത്തിങ്കിലേക്കും ചേരുന്ന അനുഭവമാണ്. രണ്ടാമത്, മരണം എന്നുള്ളത് അത് പിതാക്കന്മാരോട് ചേർക്കപ്പെടുന്ന, പിതാക്കന്മാരുടെ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുന്നതായ അനുഭവമാണ്. 3, അത് ഉറക്കമാണ്, നിദ്രയാണ്. അത് വിശ്വാസിക്ക് ലാഭമാണ്. അപ്പോൾ 2 തരം മരണം ഉണ്ട്. ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടുന്നത്, മരണത്തിലൂടെ, ഒരു വിശ്വാസിയുടെ മരണത്തിലൂടെ അവൻ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരാകരുത് നമ്മൾ. നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകണം മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും.
ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മരണത്തെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുവാൻ കഴിയും. മരണത്തെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് അതിഥിയായി വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഒപ്പം ആ ആള് വരുന്നത് നിങ്ങളെയും ആ ആളോടുകൂടി കൂടെ കൊണ്ടുപോകാനാണ് എന്ന് കേൾക്കുമ്പോൾ അല്പം കൂടി സന്തോഷം വർദ്ധിക്കും. ഇതുപോലെയാണ് മരണവും. മരണം എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്നത്, വിഷമമുണ്ടാക്കുന്നത്, മരണമെന്ന അതിഥി നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായി മാറുമ്പോഴാണ്. ആള് നമ്മുടെ സ്വന്തമാണ്. അതുവഴി എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ഉത്തമ ബോധ്യമുള്ളവനാണ് എങ്കിൽ മരണത്തെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യണമെങ്കിൽ മരണത്തിലൂടെ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത്. ആധുനിക കാലഘട്ടത്തിൽ മരണത്തെക്കുറിച്ച് വിവിധങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ പഠിപ്പിക്കുന്നു മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, ഇനി ഒന്നുമില്ല, അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനോട് ഒരു ബന്ധവുമില്ലാത്തവരായി ജീവിക്കും. മരണത്തോടുകൂടി എല്ലാം തീരുന്നു എന്ന കാഴ്ചപ്പാട്. മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. മരണാനന്തരം മുതൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ മരിച്ചവർ മൗനതയിലിരിക്കുന്നു, അവർ സജീവരല്ല എന്ന അനുഭവം. എന്നാൽ ഈ രണ്ട് അനുഭവങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് മരണാനന്തരം ആത്മാവ് സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലാണ്. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും അവതരിപ്പിക്കുന്നതും. എന്താണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്? വേദപുസ്തകം എന്ത് പറയുന്നു? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു സംഭവം, ഒരു ഉപമയെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞ ഉപമ ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ധനവാന്റെ പടിവാതിൽക്കൽ ആരും സഹായമില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരു ലാസർ, അവൻ കഴിയുകയാണ്. ധനവാന്റെ മിച്ചം വരുന്ന വേസ്റ്റിൽ നിന്ന് ഉപജീവിച്ച്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസറിന്റെ, ആ ദരിദ്രനായ മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചാണ് വചനം പറയുന്നത്. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല, അല്ലെങ്കിൽ ലൂക്കോസ് എവൻഗലിസ്തനും പറയുന്ന കാര്യമല്ല, നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചതായ കാര്യമാണ്. ഈ ലാസറിന്റെ ആത്മാവിനെ ദൂതന്മാർ വന്ന് സ്വീകരിക്കുന്നു.
അപ്പോൾ ഒരു വിശ്വാസി മരിക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ മരണത്തിങ്കൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് ഈ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നു. അവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക്, പറുദീസയിലേക്കാണ് പോകുന്നത് എന്ന്. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവിനെ ദൂതന്മാർ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകും. പിന്നെ അവരെവിടെയാണ്? അവർ എവിടെയാണ്? നമ്മൾ കാണുന്നുണ്ടല്ലോ, സഭാപ്രസംഗിയിൽ തന്നെ 12-ാം അധ്യായം 7-ാം വാക്യം മുമ്പേ വായിച്ച വാക്യമാണ്. ആത്മാവ് ദൈവ സന്നിധിയിൽ ചെന്നെത്തുന്നു. ദൂതന്മാർ ആത്മാവിനെ ദൈവസന്നിധിയിലാണ് കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ മരണം വഴി ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇതേ ആശയം തന്റെ സ്വന്തം ഈ ആഖ്യാനത്തിൽ പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നു എന്ന്. ദൈവത്തോട് തന്നെ ചേരുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു. നമുക്കറിയാമല്ലോ, കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ തൻ്റെ ഇടത്തും വലത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. അതിൽ ഒരുവൻ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അപ്പോൾ മരണം വഴി സംഭവിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി അല്ലെങ്കിൽ ദൈവത്തോടുകൂടി പറുദീസയുടെ അനുഭവത്തിൽ ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശവസംസ്കാരത്തിന്റെ ഹുത്തോമയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നത്. കർത്താവേ, ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥലത്ത് ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ വാസവും ആനന്ദവും ആയിരിക്കണമേ. ഇവനും മരിക്കുന്നതോടുകൂടി ഇവന്റെ വാസം ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പറുദീസയുടെ അനുഭവമാണ്. എവിടെ മനുഷ്യൻ തന്റെ ലംഘനം കൊണ്ട് കൃപ നഷ്ടപ്പെടുത്തിയോ ആ കൃപയെ നഷ്ടപ്പെടുത്തിയ സ്ഥാനത്തേക്ക് അവൻ പുനർപ്രവേശനം ചെയ്യുകയാണ് മരണത്തിലൂടെ. അതുകൊണ്ട് മരിച്ചവർ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവിനോടൊപ്പം പറുദീസയിലാണ് എന്നത് മറന്നു പോകരുത്. മരിച്ചവർ മരിക്കുന്നതോടുകൂടി തീരുമോ ഇല്ലയോ, അല്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമോ ഇല്ലയോ? നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. കർത്താവ് പറഞ്ഞു, തൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നും എന്നേക്കും അവൻ ജീവിക്കും. വിശുദ്ധ കുർബാനയിൽ അംശികളായിട്ടുണ്ടെങ്കിൽ
വിശുദ്ധ കുർബാന നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാം മരണശേഷവും ജീവിക്കും. കാരണം കർത്താവ് നമുക്ക് തന്ന വാഗ്ദാനമാണ് മരിച്ചാലും അവൻ ജീവിക്കും എന്നുള്ളത്. പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി പരിശുദ്ധ സഭയുടെ നിശ്ചയപ്രകാരം പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ മരിച്ചാലും ജീവിക്കും. കാരണം മരണത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ക്രിസ്തുവിലാണ് ഞാൻ, ക്രിസ്തു എന്നിലുമാണ്. അതുകൊണ്ട് എനിക്ക് മരണത്തിനപ്പുറവും ഒരു ജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ വചനം അസത്യമാകണം. ദൈവത്തിന്റെ വചനമാണ്, ദൈവം തന്നെയാണ് പറയുന്നത്, തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന്. ഇപ്പൊ ക്രിസ്തുവിലാണ് നാമെങ്കിൽ വചനപ്രകാരം നമുക്ക് നിത്യജീവനാണുള്ളത്, നിത്യമായ ജീവനാണ്. അത് അവസാനിക്കുന്നില്ല. ഇപ്പൊ മരണത്തോടുകൂടി നമ്മുടെ ജീവൻ അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. അതിന് നല്ല ഉദാഹരണം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുമ്പോൾ അതാണ് അതിൻ്റെ ലോകം. അത് മറ്റൊരു ലോകത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നാൽ 9 മാസം പൂർത്തീകരിച്ച് ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ജനിച്ച ലോകം വിട്ട് പുതിയൊരു ലോകത്തിലേക്കാണ് വരുന്നത്. അവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞു മരിക്കുകയാണ്, പുതിയൊരു ലോകത്തിൽ ജനിക്കുവാൻ വേണ്ടി. ഇത് തന്നെയാണ് മരണത്തിലും സംഭവിക്കുന്നത്. ആ കുഞ്ഞിന്റെ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരംഭിച്ചതാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ലോകമാകുന്ന ഗർഭപാത്രത്തിൽ അവൻ നിർവഹിക്കുന്നത്. അതിനുശേഷം മരണത്തിലൂടെ മറ്റൊരു ലോകത്തിലേക്ക്, മറ്റൊരു സ്ഥലത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ജീവന് അവസാനം സംഭവിക്കുന്നില്ല, അത് നിത്യമായി തുടരുകയാണ്. അപ്പോൾ മരണശേഷം നാം ജീവിക്കുന്നു, നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. വീണ്ടും സങ്കീർത്തനങ്ങൾ 115 18 വാക്യം, 17-18 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അവിടെ നാം കാണുന്നു, മരിച്ചവരും മൗനതയിലിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും അവനെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ എന്നേക്കും അവനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് നാം? ഇവിടെ ആരാണ് മരിച്ചവർ എന്നുള്ള ആ ഒരു ചിന്ത നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 115 സങ്കീർത്തനത്തിൽ മരിച്ചവർ എന്ന് രേഖപ്പെടുത്തുന്നത് ആരെക്കുറിച്ചാണ്? അതിൻ്റെ 4-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കണം. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നു, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ.
ആ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴാ പറയുന്നത്, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവയെ ഉണ്ടാക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെയാണ്. അവരാണ് മരിച്ചവർ. ഇവർ യഹോവയെ സ്തുതിക്കുന്നില്ല. ഈ മരിച്ചവർ, ഈ വിഗ്രഹങ്ങളെ പോലെ അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ മരിച്ചവരാണ്. അവർ യഹോവയെ സ്തുതിക്കുന്നില്ല. പക്ഷെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു എന്ന്. എന്റെ സ്തുതി കുറച്ചു നാളത്തേക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഞാൻ ദൈവത്തെ എന്നും എന്നേക്കും സ്തുതിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ മരണശേഷവും ദൈവത്തെ സ്തുതിക്കും. എനിക്ക് മൗനതയില്ല. പിന്നെയോ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ വാങ്ങിപ്പോയവരെ കുറിച്ച്, മരിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ ആര് എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ നിന്ന് വന്നവർ ഇവർ? അവരെ കുറിച്ച് പറയുന്നു, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കിയവർ. അവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 15-ാം വാക്യം: അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അവിടെ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുമില്ല. വാങ്ങിപ്പോയ ആളുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി കഴുകി വെടിപ്പാക്കിയവർ, അതായത് പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചവർ. പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചവർ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ അവസ്ഥയാണ്, അവർ ആലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യവും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അവർ എപ്രകാരം ഭൂമിയിൽ ശരീരത്തിൽ ജീവനോടിരുന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചുവോ, അതുപോലെ തന്നെ അവരുടെ ശരീരം വിട്ട് ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോഴും അവരുടെ ആരാധനയ്ക്ക് തടസ്സമില്ല. അവർ നിത്യവും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവന്റെ ആലയത്തിൽ ഇരിക്കുന്നു. പരിശുദ്ധ സഭ നമ്മോട് പഠിപ്പിക്കുന്നതും നമ്മെ ഉപദേശിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ എല്ലാ ആരാധനകളിലും അവർ നമ്മോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. നമ്മോടൊപ്പം, അല്ലെങ്കിൽ നാം അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ആരാധനയുടെ അനുഭവത്തിലേക്കാണ് അവർ മാറ്റപ്പെടുന്നത്. അവർ മൗനരായി, അവർ ഒന്നും മിണ്ടാത്തവരായി ഇരിക്കുകയല്ല, അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയും മറ്റൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. മരിച്ചവർ, അവർ സജീവരാണ്, അവർ ജീവനുള്ളവരാണ്, അവർ ദൈവത്തോടൊപ്പമാണ്, അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. അവർക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവർക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്, മരണത്തിൽ അപ്പുറവും അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം: മരിച്ചവർ
ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. തെളിവ് സുവിശേഷങ്ങളിൽ തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അനേകം മരിച്ചവർ അവന്റെ ശബ്ദം കേട്ടതായിട്ട് തിരുവചനം സാക്ഷ്യം നൽകുന്നു. യായിറോസിന്റെ മകളെ കുറിച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 54-55 വാക്യങ്ങളിലും വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ബാല മരിച്ചവളായിരുന്നു. ക്രിസ്തു അവളുടെ സമീപത്തേക്ക് വരുമ്പോൾ അവൾ മരിച്ചവളായിരുന്നു. അതിനു മുമ്പ് തന്നെ പിതാവ് സൗഖ്യത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നതാണ്. പക്ഷെങ്കിൽ അവൻ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ബാല മരണപ്പെട്ടിരുന്നു. പക്ഷെങ്കിൽ ഈ ബാലയെ നോക്കിക്കൊണ്ട്, ഈ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞത് എന്താണ്? ബാലേ, എഴുന്നേൽക്ക. മരിച്ചു കിടന്നവളോടാണ് ക്രിസ്തു പറഞ്ഞത്, ബാലേ, എഴുന്നേൽക്ക. ലോകപ്രകാരം പറഞ്ഞാൽ എല്ലാം തീർന്നു കിടക്കുന്നവളോടാണ് പറഞ്ഞത്, ബാലേ, എഴുന്നേൽക്ക. തുടർന്ന് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബാല എഴുന്നേറ്റു. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റുവെങ്കിൽ അവൾക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നു. അവൾക്ക് കേൾക്കത്തില്ല എങ്കിൽ അവൾ എങ്ങനെ എഴുന്നേറ്റു? മരിച്ചുപോയ ബാലയോട് ക്രിസ്തു പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റു. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ അടുക്കിലേക്കും ക്രിസ്തു കടന്നു വരുമ്പോൾ ശവസംസ്കാരത്തിനായി ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ആളുകൾ പോകുകയാണ്. ശവമഞ്ചത്തിന്റെ അടുക്കൽ വന്നിട്ട് അവൻ ആ ബാല്യക്കാരനോട് പറയുകയാണ്, ബാല്യക്കാര, എഴുന്നേൽക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മരിച്ച് ശവസംസ്കാരത്തിനായി കൊണ്ടുപോയ ശരീരത്തോട് അവൻ പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ അവർക്ക് കേൾക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ ക്രിസ്തു ഏറെ സ്നേഹിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ലാസറിനെ ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ചവനാണ്. അവൻ രോഗിയായി കിടന്നപ്പോൾ ആളയച്ച് വിവരം അവനോട് പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അവൻ വന്നപ്പോഴേക്കും മരണം കഴിഞ്ഞ് 4 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. 4 ദിവസം കഴിഞ്ഞ ശരീരം, ലോകപ്രകാരം പറഞ്ഞാൽ പുഴു അരിച്ച് തുടങ്ങുന്ന സമയം. ആ ശരീരത്തിന്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ വിളിക്കുകയാണ്, ലാസറേ, പുറത്തു വരിക. ക്രിസ്തു ലാസറിനെ പേർ ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച 4 ദിവസം കഴിഞ്ഞവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. എങ്ങനെ വന്നു? ക്രിസ്തുവിന്റെ വിളി അവൻ കേട്ടു. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കുവാൻ കഴിയുമെന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഇത് വചനം പറഞ്ഞു തരുന്ന
യാഥാർത്ഥ്യമാണ്. ഇതാരും ജീവിച്ചിരുന്നവരോടല്ല പറയുന്നത്, ഇതെല്ലാം മരിച്ചവരോടാണ് പറഞ്ഞത്. വീണ്ടും നാം കാണുന്നുണ്ടല്ലോ, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ കബറടക്കത്തിന് ശേഷം സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ച് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പറയുകയാണ്, അവൻ പാതാളത്തിൽ പോയി മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു എന്ന്. ക്രിസ്തു ചെയ്തത് എന്താണ്? അവൻ തൻ്റെ ആത്മാവിനെ പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് ജീവൻ വിട്ടുകഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവൻ എവിടേക്ക് പോയി? അവൻ മരിച്ചവരുടെ ഇടയിലേക്ക് പോയി അവരോട് സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ആധുനിക വിഭാഗങ്ങൾ പറയുന്നത് പോലെ മരിച്ചു